നിങ്ങൾ നെറ്റിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ യോഹന്നാൻ ശ്ലീഹയുടെ ചിത്രം നോക്കിക്കഴിഞ്ഞാല് ചെറുപ്പക്കാരനായിട്ടുള്ള യോഹന്നാൻ ശ്ലീഹ മുടിയില്ലാത്തതും അങ്ങനെയൊക്കെയുള്ള യോഹന്നാൻ ശ്ലീഹയുണ്ട്. അന്ത്യത്താഴ വേളയിൽ കാണുമ്പോൾ താടിയൊന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ഈ യോഹന്നാൻ ശ്ലീഹയുടെ തന്നെ പ്രായത്തിൽ ഈ സുവിശേഷമൊക്കെ രചിക്കുന്ന സമയത്ത് ഉള്ള യോഹന്നാൻ ശ്ലീഹയുടെ ചിത്രം, യോഹന്നാൻ ദ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞ സെർച്ച് ചെയ്താല് കിട്ടുന്ന ചിത്രത്തില് ഇപ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ണീർ ചാലുകള് തീർത്ത ഒരു വിശുദ്ധന്റെ മുഖം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം, ഇല്ലേ? ഈ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയില് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ചിലവഴിക്കുവാൻ മടിയില്ലാത്തവരായതുകൊണ്ടാണ് നിങ്ങൾ ഈ പാതിരാത്രിയിലേക്ക് ഇവിടേക്ക് കടന്നു വന്നിരിക്കുക. ഈ രാത്രിയുടെ ജാഗരണ സമയത്ത് മുഴുവൻ എന്റെ തമ്പുരാന്റെ മുമ്പില് കരകവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിന്റെ മുമ്പില്, ആ സ്നേഹത്തെ പ്രതി ഒരപ്പമായി തീർന്ന ദൈവത്തിന്റെ മുമ്പില് വെറുതെയിരിക്കുന്നതിന്, ഒരുപക്ഷെ ഒന്നും പറയാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചില്ലെങ്കിൽ പോലും വെറുതെയിരിക്കുന്നതിന് നമുക്ക് മനസ്സിന്റെ ഉള്ളില് ഒരു തുടിപ്പ്, മനസ്സിന്റെ ഉള്ളില് ഒരു സ്നേഹത്തിന്റെ ഒരു നീർച്ചാല്, അത് തിരിച്ചറിയുന്ന പത്രോസ് ശ്ലീഹ തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ജീവജലത്തിന്റെ അരുവി നിന്നിലല്ലേ? ജീവന്റെ നീർച്ചാല് നിന്നിലല്ലേ? ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എല്ലാവരും അവന് വിട്ടു പിരിഞ്ഞു പോകുമ്പോൾ ഈ അപ്പസ്തോലന്മാര് മാത്രമായിട്ട് ഇവന്റെ വചനം കേൾക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ പാകത്തിന് ഞങ്ങൾക്ക് ത്രാണിയില്ല, അതുകൊണ്ട് കൂടെ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ശിഷ്യ സമൂഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ കർത്താവ് തിരിഞ്ഞു ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങൾ പോകുന്നില്ലേ? അപ്പോ തിരിച്ച് പത്രോസ് അനുഭവിച്ചറിഞ്ഞ സ്നേഹത്തിൽ നിന്ന് പത്രോസ് പറയുന്ന കാര്യമാണ്, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ജീവജലത്തിന്റെ അരുവി നീയല്ലേ? ജീവന്റെ നീർച്ചാല് നീയല്ലേ? തിരിച്ചറിയണം ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഈ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പില്, നമുക്കറിയാം ഈ നാഥന്റെ ഒരു വശത്ത് നമ്മളിവിടെ ഒരുപാട് അപേക്ഷകളുടെ കൂമ്പാരം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ തിരുവചനത്തിന്റെ അടയാളമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ശക്തി പകരുന്ന അനുഗ്രഹമായിട്ട് വിശുദ്ധ ജപമാല നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചതും ദൈവസന്നിധിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചതും ഈ ജപമാലയാണ്. ജപമാലയിലൂടെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ച അമ്മ, അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് നമ്മെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ അമ്മയെ നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ട്, അതുകൊണ്ടാ ഈ അമ്മയുടെ കണ്ണ് പലവട്ടം നിറഞ്ഞൊഴുകുന്നത്. അത് വെറുതെ രക്തക്കണ്ണീരായിട്ട്, സാധാരണ കണ്ണീരിനേക്കാൾ അപ്പുറമായിട്ട് രക്തക്കണ്ണീരായിട്ടും മറ്റനുഭവങ്ങളൊക്കെ ആയിട്ട്, അത്ഭുതങ്ങളായിട്ട് പരിശുദ്ധ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ കാരണം സ്വപുത്രന്റെ തുല്യസ്ഥാനം നമുക്ക് പങ്കുവച്ചു തന്നുകൊണ്ട് ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് എന്നെ യേശുനാഥൻ കാൽവരി ചുവട്ടില് അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പാപത്തിന്റെ വഴിയിലൂടെ നമ്മൾ നടന്നു നീങ്ങുന്നത് കാണുമ്പോഴാണ് അമ്മയുടെ കണ്ണുകളില് സാധാരണ കണ്ണീരിനപ്പുറം രക്തക്കണ്ണീര് പൊഴിയുന്ന കാലം വരുന്നത്. നിങ്ങൾ വിധിക്കരുത്, വിധിക്കുന്ന അതേ വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, സഹിക്കാൻ, പൊറുക്കാൻ, അതിനേക്കാൾ ഉപരി ക്ഷമിക്കുന്ന സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ, കുരിശിൽ കിടന്നുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ദിവ്യനാഥൻ പകർന്നു തന്ന സ്നേഹത്തിന്റെ മാധുര്യം ഒരുപാട് അനുഭവിച്ചത് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കി പകർന്നു കൊടുത്താൽ മാത്രം ഈ പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ മുമ്പിൽ നമ്മൾ തപസ്സിരിക്കുമ്പോൾ, ജപമാല ചൊല്ലിക്കൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ തപസ്സിരിക്കുമ്പോൾ അനുഗ്രഹം പെരുമഴയായി, ജീവന്റെ നീർച്ചാലായി നമ്മിലേക്ക് ഒഴുകിയിറങ്ങും. അച്ഛൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നിന്ന് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങള്. അച്ഛനിരുന്ന 3 പള്ളികൾക്ക് ശേഷമാണ് ഇപ്പോഴൊരു ഇടവക പള്ളിയുടെ ചാർജായിട്ട് ഇപ്പൊ എനിക്ക് തന്നിരിക്കുന്നത്. ആ 3 പള്ളികളിലും ദിവ്യകാരുണ്യനാഥനെ എഴുന്നള്ളിച്ചു വെച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. ഇപ്പോഴത്തെ ഇടവകയിലും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. 4 വർഷക്കാലമായിട്ട് ഒരിക്കലും മുടങ്ങാതെ ദിവ്യകാരുണ്യനാഥന്
തപസ്സിരിക്കാൻ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇടവക ജനത്തെ കൂട്ടിച്ചേർക്കാൻ ആൾക്കാർ ചോദിച്ചു വരുന്നവരുടെ പ്രാർത്ഥന നിയോഗങ്ങള് ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ തൊട്ടുപിറ്റേ ദിവസം ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് കൃപ ദൈവം എന്റെ മേലെ ചുരിഞ്ഞിട്ടുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന തിരുവചനം അർത്ഥപൂർണമാണ് ഈ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ. കാരണം നമ്മോടൊപ്പമായിരിക്കുവാൻ, നമ്മുടെ സ്വന്തമാകുവാൻ, അവന് നമ്മൾ സ്വന്തമായി തീരുവാൻ അവൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്നും നമ്മെ വഴി നടത്താനായിട്ട് ഈ ഒരു അപ്പത്തിലേക്ക് അവിടുന്ന് ഒതുങ്ങിയത്, ഇല്ലാതായത്. ദൈവത്തോളം ഉയർന്നവൻ, ദൈവത്തിന്റെ സ്ഥാനത്തിരുന്നവൻ മനുഷ്യനായി, മനുഷ്യനിൽ നിന്ന് ഒരപ്പമായി, അപ്പത്തിൽ നിന്ന് ഹൃദയത്തിൽ വസിക്കുന്ന, അല്ലെ, നാവിൻ തുമ്പിലേക്ക് ഈ അപ്പം വെച്ച് ചേർത്ത് കഴിഞ്ഞാല് ഈ അപ്പത്തിന്റെ മാധുര്യം എന്താണ്? ഈ അപ്പത്തിന്റെ അവസ്ഥ എന്താണ്? വെറുതെ അലിഞ്ഞില്ലാതായി വെള്ളം പോലെ, ഉമിനീര് പോലെ ഉള്ളിലേക്ക് ഇറങ്ങി. നാവ് വിശുദ്ധമെങ്കിൽ അന്നനാളം അല്ലെങ്കിൽ ഈ നാവ് പോകുന്ന കർത്താവിന്റെ ദിവ്യകാരുണ്യത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തക്കവിധം നാവ് വിശുദ്ധമെങ്കിൽ ആ നാവ് കർത്താവിന് ഹൃദയത്തിൽ വരാനുള്ള വഴിയും വാതിലുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ആ കർത്താവ് അധരത്തിലൂടെ കടന്ന് ഹൃദയത്തിൽ വന്ന് ഹൃദയത്തെ സക്രാരിയാക്കി അവിടെ ഇരുന്നു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ കൃപയായി മാറും. അവിടെ സംഭവിക്കുന്ന അത്ഭുതമാണ്. എന്റെ ജീവിതം എത്ര കഷ്ടതയുടെ, എന്റെ ജീവിതത്തില് എത്രമാത്രം പാപമയമായ ജീവിതാവസ്ഥയാണെങ്കിലും, കടും ചുമപ്പ് പോലുള്ള ജീവിതാവസ്ഥയാണെങ്കിൽ പോലും, അത്രമാത്രം പാപത്തിന്റെ ഗൗരവമുള്ളതാണെങ്കിലും അനുതപിച്ച് ഏറ്റുപറഞ്ഞ് അവനെ സ്വീകരിച്ച് എന്റെ ഹൃദയം സക്രാരിയാക്കാൻ ഞാൻ മനസ്സ് വെച്ചാൽ എന്റെ ശരീരം ദേവാലയമായിട്ട് പൂർണ്ണമായിട്ട് മാറുന്നു. ഈ ദേവാലയം കർത്താവിന് പ്രതിഷ്ഠിതമാണ് എന്ന് തിരിച്ചറിയുന്നവൻ തമ്പുരാനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നു. 72 മണിക്കൂർ മാത്രം ആയുസ്സിന് ബലം കൽപ്പിച്ച് തലയോട്ടി പിളർന്ന് തലച്ചോറ് പുറത്തു വന്ന് 72 മണിക്കൂർ വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോടുകൂടി നോക്കും. പറ്റിയില്ല എങ്കില് ബാബുവിനെ നമ്മൾ മരിച്ചതായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലില് മരണവും ജീവനും തമ്മിലുള്ള വേർതിരിവ് 72 മണിക്കൂർ വെട്ടിയാളൻ ബാബു എന്ന് പറയുന്ന ഒരു സഹോദരനെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥനകളോടെ വിളിച്ചു പറയുകയാണ്. പ്രത്യേകിച്ച് സ്വന്തം ഇടവകക്കാരെന്ന നിലയിൽ, അച്ഛാ, നാളത്തെ ആരാധന മധ്യേ ഞങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടന് വേണ്ടി, ഞങ്ങളുടെ കുടുംബനാഥന് വേണ്ടി അച്ഛൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് വെട്ടിയാടൻ ബാബു എന്ന് പറയുന്ന സഹോദരനെ, 47 വയസ്സുള്ള സഹോദരനെ, 72 മണിക്കൂറിന്റെ ആയുസ് വൈദ്യശാസ്ത്രം നിശ്ചയിച്ച സഹോദരനെ ദിവ്യകാരുണ്യ സന്നിധിയിൽ എടുത്തു വെച്ചുകൊണ്ട് അതിരാവിലെ 5:30 മുതൽ 6:30 വരെയുള്ള സമയത്ത് ആരാധന നടത്തി കഴിഞ്ഞപ്പോൾ 72 മണിക്കൂറിനുള്ളിൽ വെന്റിലേറ്ററിൽ നിന്ന് ഐസിയുയിലേക്കും അടുത്ത 72 മണിക്കൂറിനുള്ളിൽ മുറിയിലേക്കും അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്കും എത്തിച്ചേരുവാനായിട്ടുള്ള ദൈവനിയോഗം, ദൈവം വിശുദ്ധമായ അടയാളമായി ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ദിവ്യകാരുണ്യനാഥൻ എന്ന്, ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ദൈവമെന്ന് ഉറപ്പിച്ച് ജനത്തെ, ഇടവകയെ മുഴുവൻ 1132 കുടുംബങ്ങളെ മുഴുവൻ വിശുദ്ധീകരിക്കുവാൻ വലിയ അടയാളമായിട്ട് ദിവ്യകാരുണ്യനാഥൻ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് 1 വർഷവും 3 ആഴ്ചയും മാത്രം പിന്നിടുന്നു ഇന്നേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 72 മണിക്കൂറില് വൈദ്യശാസ്ത്രം നിശ്ചയിച്ച ജീവന് ഇന്നും എഴുന്നേറ്റ് നടക്കുന്ന മനുഷ്യനായിട്ട്, ഇന്നും ജനത്തിന്റെ മുമ്പിൽ, ഇടവകയ്ക്ക് മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്ന മനുഷ്യനായിട്ട് ബാബു എന്ന് പറയുന്ന സഹോദരനെ ദൈവം പിടിച്ചുയർത്തി.
അതുവരെയും മദ്യത്തിനും മയക്കുമരുന്നിനും അല്ലെങ്കിൽ ജഡികാസക്തികൾക്കും ഒക്കെ വിധേയപ്പെട്ട് ജനം മുഴുവൻ, ഇടവക മുഴുവൻ വെട്ടിയാടൻ ബാബുവിനെ കൊട്ടേഷൻ ടീമിന്റെ അംഗമായിട്ടും അല്ലെങ്കിൽ അതുപോലുള്ള ഏറ്റവും നീചന എന്ന് പറഞ്ഞ്, ഏറ്റവും ഹീനൻ എന്ന് പറഞ്ഞ്, ഏറ്റവും തരം താഴ്ത്തിയിരുന്നവനെന്ന് പറഞ്ഞ് വീണിടത്ത് നിന്ന് കർത്താവ് പിടിച്ച് അവനെ ഉയർത്തി കർത്താവിന്റെ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് 72 മണിക്കൂറല്ല അവന്റെ ജീവിതത്തിന് ഞാൻ കൊടുക്കുന്ന വില, മറിച്ച് അവന്റെ ജീവിതത്തിന് വില കൊടുക്കുന്ന ഇനിയുള്ള ഓരോ ദിവസവും, ഇനിയുള്ള ഓരോ മണിക്കൂറും, ഇനിയുള്ള ഓരോ സെക്കൻഡും അവന്റെ ജീവിതത്തിന് 72 മണിക്കൂർ മാത്രം ആയുസ് ദൈവമല്ല വൈദ്യശാസ്ത്രം നിശ്ചയിച്ചപ്പോൾ ഇനിയുള്ള കാലം നീ ജീവിച്ചിരിക്കുന്നത് എന്റെ സാക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഉണർന്നെഴുന്നേറ്റ് അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിലേക്ക് ഓടി. ജീവൻ തിരിച്ചു കിട്ടിയതിനെ പ്രതി, ജീവിതത്തിലേക്ക് എനിക്ക് കിട്ടിയ പുതിയ ജീവിതത്തിൽ എനിക്ക് കർത്താവ് സാക്ഷ്യം വഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിരുന്ന് തന്റെ ജീവിതത്തെ നവീകരിക്കാൻ ഇടകൊടുത്തുകൊണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് തന്റെ ജീവിതത്തെ വിശുദ്ധമാക്കുവാൻ അവസരം കൊടുത്തുകൊണ്ട്, ഇനിയൊരിക്കലും പിന്നിട്ട വഴികളിലെ കുപ്പയിലേക്ക് ചീഞ്ഞളിഞ്ഞ ജീവിത വ്യവസ്ഥകളിലേക്ക് ഞാൻ പോകില്ല, എന്റെ കൂട്ടുകാരിലേക്ക് ഞാൻ മടങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസത്തിലേക്ക്, നന്മയുടെ ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വരവ്. കുതിരപ്പുറത്ത് നിന്ന് സൗലിനെ താഴെയിട്ടിട്ട് നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാതിലൂടെ ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനം കാതിലൂടെ കടന്ന് ഹൃദയത്തെ പുലർത്തി കഴിഞ്ഞപ്പോൾ, എന്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, നീ പറയുന്നതനുസരിച്ച് ഞാൻ ഓടിക്കോളാം എന്ന് പറഞ്ഞിട്ട് സൗല് തന്റെ ജീവിതം കൊണ്ട് ഓടിയില്ലേ? അതുകൊണ്ടല്ലേ ഇന്ന് പൗലോസ്ലീഹയായിട്ട് എത്രയോ വചനവേദികളിൽ, അല്ല ക്രൈസ്തവ സമൂഹം നിലകൊള്ളുന്ന എല്ലായിടത്തും ജീവിക്കുകയാണ് പൗലോസ് എന്ന് പറയുന്ന നെടുന്തൂണ്, സത്യസഭയുടെ നെടുന്തൂണ് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ പാതിയോളം, പുതിയ നിയമത്തിന്റെ പാതിയോളം ജീവിക്കുന്ന വചനത്തിന്റെ സാക്ഷ്യമായി തീർന്നവൻ ഓടിത്തീർത്തത് മറ്റ് ശ്രീഹന്മാരെക്കാൾ ഏറെ ദൂരം ഓടിത്തീർക്കാൻ, കുതിരപ്പുറത്തുനിന്ന് അവൻ താഴോട്ട് വീണപ്പോൾ കപ്പലിലൂടെ ഓടാൻ, നടന്നു നീങ്ങുവാൻ കർത്താവ് കരം കൊടുത്തതുപോലെ ഒരുപക്ഷെ ഈ വെട്ടിയാടൻ ബാബു നാളെ കഴിഞ്ഞ് മറ്റൊന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുപക്ഷെ ഓടി വന്നേക്കാം ജീവിക്കുന്ന സാക്ഷ്യമായിട്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുളറിയാതെ പൊരുൾ നഷ്ടപ്പെട്ട് ഇരുളലകളിലേക്ക് കടന്നുപോയേക്കാം. എന്തിനധികം പറയുന്നത്, ഈ കഴിഞ്ഞ അവസരങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള സത്യദീപത്തിൽ നമ്മള് ഒരു മനുഷ്യനെ കുറിച്ച്, പ്രശസ്തനായ ഒരു മനുഷ്യനെ കുറിച്ച്, താബോർ ധ്യാന കേന്ദ്രത്തിന്റെ സാക്ഷ്യമായി തീർന്നിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. വായിച്ചോ നിങ്ങൾ ആരെങ്കിലും? മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന് പറയുന്ന സച്ചിൻ തെണ്ടുൽക്കറിനോടൊപ്പം ലോക റെക്കോർഡ്, ദേശീയ തലത്തിൽ നാഷണൽ റെക്കോർഡൊക്കെ കൂട്ടിച്ചേർത്ത വിനോദ് കാംബ്ലി എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റർ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അതിന് സാക്ഷ്യമായിട്ട് എനിക്ക് കൂട്ടുനിന്നത് എന്റെ ജീവിത പങ്കാളിയാണെന്ന് പറഞ്ഞ് ജീവിത പങ്കാളിയുടെ തോളോട് ചേർന്നതുകൊണ്ട് താബോർ നിലയത്തിലേക്ക് കടന്നു ചെന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത് ജീവിതത്തെ നവീകരിച്ചു കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് അല്ല എന്റെ ദൈവം, എനിക്ക് ജന്മം തന്നതും എന്നെ രൂപപ്പെടുത്തിയതും എന്നെ വളർത്തിയതും എന്റെ സത്യദൈവമാണെന്ന് വിളിച്ചു പറയാൻ, യേശു ക്രിസ്തുവാകുന്ന നാമത്തിൽ വചനം പ്രഘോഷിക്കുവാൻ ഇന്ന് താബോർ ധ്യാന കേന്ദ്രത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നടക്കുന്ന ഒരു വിനോദ് കാംബ്ലിയെ നിങ്ങളാരും അറിഞ്ഞിട്ടില്ല, നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഞാനിത് വായിക്കുന്നത് വരെ ഞാനും അറിഞ്ഞിട്ടില്ല. കുടിച്ചു കൂത്താടി തലകുത്തി നടക്കുന്ന, അങ്ങനെ തന്റെ ജീവിതത്തിലെ ക്രിക്കറ്റിന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവനെന്ന് ചരിത്രം രേഖപ്പെടുത്തിയവനെ മാത്രമേ ഞാനും നിങ്ങളും അറിഞ്ഞുള്ളൂ. പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നു, ആ മനുഷ്യൻ എന്നെക്കാൾ ഏറെ വിശുദ്ധനായിട്ട്, അല്ലെങ്കിൽ എന്നെക്കാൾ ഏറെ കർത്താവിനെ പകർന്നു കൊടുക്കുന്നവനായിട്ട് അവിശ്വസ്തതയിൽ നിന്ന് വിശ്വസ്തതയിലേക്ക് കൈപിടിച്ച് തന്റെ ജീവിതത്തെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന് തന്റെ ജീവിതം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നവനായിട്ട് ഈ മനുഷ്യൻ മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷമിക്കാനും പൊറുക്കാനും തന്റെ ജീവിതത്തിൽ ഇടം കൊടുത്തപ്പോൾ തനിക്ക് ക്രിക്കറ്റ് മേഖലയിൽ കിട്ടാത്ത അവസരങ്ങളെ കുറിച്ച് പരാതി പറയാതെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ രണ്ടാം ജന്മം എന്റെ സത്യദൈവത്തെ പ്രഘോഷിക്കാനാണെന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ, നീ കർത്താവിന് കൊടുക്കുമ്പോൾ പരിധികളില്ലാതെ കൊടുത്താൽ നിന്റെ മടിയിൽ നിറച്ച് അളന്ന് കുത്തി നിറച്ച് ഇട്ടുതരുന്ന ദൈവസ്നേഹത്തിന്റെ കരകവിഞ്ഞൊഴുകലിനെ കുറിച്ച് പ്രഘോഷിക്കാൻ പാകത്തിന് അനുഗ്രഹം ലഭിച്ചൊരു മനുഷ്യന്റെ ജീവിതം ഇനിയുണ്ട്. 1987 ക്രിസ്മസ് രാത്രി
അന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ക്രിസ്മസിന്റെ തലേ രാത്രി നമ്മളെല്ലാവരും വലിയ വലിയ ആഘോഷത്തിന്റെ തിമർപ്പിലായിരിക്കും, അല്ലേ? വെച്ചു വിളമ്പലിന്റെ തിരക്കുകൾ, അപ്പുറത്ത് പുൽക്കൂടുണ്ടാക്കുന്നതിന്റെ തിരക്കുകൾ, കൊച്ചുപിള്ളേര്. ഞാൻ ആലുവ എന്ന് പറയുന്ന പട്ടണത്തിൽ ജനിച്ചു വളർന്നൊരു മനുഷ്യനാണ്. എന്റെ 8 വയസ്സ് വരെയുള്ള സമയത്ത് ആലുവ പട്ടണത്തില് ജീവിച്ച് കടന്നിട്ട് അപ്പനും അമ്മയും ബിസിനസിന് വേണ്ടി അവിടെയും ഞങ്ങൾ സ്വന്തം നാട്ടിൽ ഇരിങ്ങാലക്കുടയിലേക്ക് 1986 വീട് വെച്ച് സ്ഥലം മാറിപ്പോവുകയും അവിടെ ഞങ്ങളുടെ വീട്ടിലായിരുന്നിടത്ത് നിന്ന് അപ്പന്റെയും അമ്മയുടെ അടുത്തേക്ക് ഒരു ക്രിസ്മസ് രാത്രി ആഘോഷിക്കാൻ 87 കടന്നു വരികയും ചെയ്യുമ്പോൾ 7ാം ക്ലാസ്സിലല്ല 5ാം ക്ലാസ്സിൽ പഠിക്കും. ഈ സമയത്ത് എല്ലാവരും നല്ല തിരക്കിൽ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ താമസം ആലുവയില് ഒരു പുൽത്തൊഴുത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കർത്താവിന്റെ പിറവിക്ക്. കാരണം 8 പശുക്കളുടെ ഒരു തൊഴുത്തിന് ഇപ്പുറത്തുള്ള ഒരു ചാച്ചിറക്കിൽ ജീവിച്ചവരാണ് ഞങ്ങൾ. അപ്പന്റെ ബിസിനസ് കറവപ്പണിയായിരുന്നു. ഡയറി ഫാം എന്നൊക്കെ ഇന്ന് വലിയ പേരിട്ട് വിളിക്കുന്ന ആ പരിപാടി ഞങ്ങള് കറവക്കാരൻ ജോസ് എന്ന് പറഞ്ഞ ആലുവയിൽ അന്വേഷിച്ചാൽ കണ്ടെത്തും ഈ ഒരു മനുഷ്യന്റെ ജീവിതം. ഒരു കാലത്ത് പട്ടിണിക്കോലമായി നടന്നിരുന്ന ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു ബംഗ്ലാവിന്റെ സെക്യൂരിറ്റി ജോലി മാത്രം പോരാതെ വന്നപ്പോൾ കറവപ്പണിയിലേക്ക് കടക്കുകയും 10-32 പശുക്കളെ പുറമെ കറന്ന് ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് സ്വന്തമായിട്ടുള്ള പശുക്കളെ നോക്കി വളർത്തി വലുതാക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നുവന്ന് അങ്ങനെ ജീവിച്ചൊരു കൂര ഞങ്ങളുടെ സ്വന്തം നാട്ടില് ഉണ്ടാക്കിയെടുത്തൊരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ ഭാര്യ ഞങ്ങളുടെ അമ്മയുടെയും അരികിലിരുന്നു കൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ പോയ രാത്രിയാണത്. ഞങ്ങൾക്കൊരു കൂരയുണ്ടാക്കേണ്ടി വന്നതുകൊണ്ട് നാട്ടിൽ അവിടെ താമസിച്ചിരുന്ന സ്ഥലത്ത് വാടക കാശ് പോലും കൊടുക്കാനില്ലാതെ വാടകക്കാരെ വീടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അവസാനം അഭയം തേടിയത് സ്വന്തം തൊഴുത്തിന്റെ ഒരു മറുകര തന്നെയായിരുന്നു. അസീസി പുണ്യവാൻ ഒരുപക്ഷെ അസീസി പുണ്യവാന്റെ ചരിത്രത്തിൽ 2ാം ക്രിസ്തുവാകുവാനായിട്ട് അവന് കിട്ടിയ ചരിത്രത്തിന്റെ ഒരു പിൻബലം എന്ന് പറയുന്നത് അവന്റെ ജന്മത്തിന് ജനനം കൊടുക്കാനായിട്ടുള്ള സമയത്ത് അവന്റെ അമ്മയ്ക്ക് കിട്ടിയ വെളിപാടനുസരിച്ച് അവനെ ജനിപ്പിക്കാനുള്ള സമയത്ത് പ്രസവ സമയത്ത് അവള് തൊഴുത്തിലേക്ക് ഓടിപ്പോയി അവിടെ പുൽക്കൂട്ടിൽ പ്രസവിച്ചു കിടത്തി എന്നാണ് അസീസിയെ കുറിച്ച് പറയുക. പുൽക്കൂട്ടിൽ പ്രസവിച്ചു വീണാനൊന്നുമല്ല ഞാൻ, പക്ഷേ ഒരു പുൽക്കൂട്ടിന്റെ അപ്പുറത്തെ സൈഡില് ജീവിച്ചവരോടൊപ്പം എന്റെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ചവനാണ് ഞാൻ. അങ്ങനെ ജീവിച്ച് കടന്നു പോകുമ്പോൾ ക്രിസ്മസിന്റെ തലേ രാത്രിയിൽ പ്രഷർ തലയ്ക്കടിച്ച് ഞരമ്പ് പൊട്ടി പെട്ടെന്ന് തളർന്നു വീഴുന്നൊരു അമ്മ, 4 പെണ്ണന്മാരും അപ്പനും കൂടിയിട്ട് പെട്ടെന്ന് വീണ കുടുംബനാഥയെ എടുത്ത് ആശുപത്രിയിൽ പോകുവാനുള്ള തിരക്കുകൾക്കിടയിൽ 5 ക്ലാസ് പഠിക്കുന്ന ഒരു മകന് ഇതിന്റെ തീവ്രതയും കാര്യഗൗരവവും ഒന്നും അറിയാതെ വെന്ത ഇറച്ചിച്ചട്ടിയിൽ നിന്ന് ഇറച്ചി കൈയിട്ട് വരാൻ പരിശ്രമിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു കൊച്ചു ചിത്രം എന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തുണ്ട്. അപ്പുറത്ത് അമ്മയെയും എടുത്തുകൊണ്ട് അയലക്കാരെല്ലാവരും കൂടി KMK ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഒരു ബെഡ് നിറയത്തക്ക രീതിയിൽ പെട്ടെന്ന് ശരീരത്തിന് പ്രഷർ ഏത് രീതിയിലാണോ, കിഡ്നി വരണം ഫെയിലിയർ ആയി എന്നും പറഞ്ഞു, പ്രഷർ തലയ്ക്കടിച്ചു എന്നും പറഞ്ഞു, ശരീരം ഇങ്ങനെ നോക്കി നിൽക്കലെ വീർത്ത് വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു പാതി ചത്ത അവസ്ഥയിലുള്ള ഒരമ്മ. 3 ദിവസത്തെ ആയുസ് പറഞ്ഞ 87 ക്രിസ്മസ് രാത്രി 87 ഡിസംബർ 27-ാം തീയതിക്ക് ജീവിതത്തിന്റെ തിരശീലയിടുവാൻ വൈദ്യസമൂഹം വിളിച്ചു പറഞ്ഞ അമ്മ. അന്ന് എന്റെ മൂത്ത സഹോദരി നഴ്സിംഗ് പഠിക്കാനായിട്ട് തുടങ്ങി 1 വർഷം പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ. 2ാം സഹോദരി 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയായിട്ടുള്ളൂ. 3ാമത്തെ സഹോദരി 7-ലായിട്ടുള്ളൂ. എനിക്ക് തൊട്ടുമൂത്തത് 6-ലായിട്ടുള്ളൂ. ഞാൻ 5-ലായിട്ടുള്ളൂ. പറക്കുമുറ്റാത്ത കുഞ്ഞുങ്ങള്, ജീവിതത്തിന്റെ നല്ല സ്വപ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് അമ്മ കടന്നു പോകുന്നതിന്റെ സങ്കടക്കടലില്, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ തീവ്രതയില്
എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് തേങ്ങുന്ന ഒരു മനുഷ്യന്റെ മുമ്പില് തമ്പുരാന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടാൻ ആരോ പറഞ്ഞിട്ട് കറവപ്പണി ചെയ്ത മഠത്തിലെ സിസ്റ്റേഴ്സ് ആരാധനയ്ക്കെടുത്ത് വെച്ചുകൊണ്ട് ജോസിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, റോസിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമ്പോൾ 1987 നിന്ന് 2014 സെപ്റ്റംബർ ഇന്ന് 4-ാം തീയതി ഇന്നും ജീവിച്ചിരിക്കുന്ന ആയുസിന്റെ കരുത്തായിട്ട് എന്റെ അമ്മ നീങ്ങി നിൽക്കുന്നുവെങ്കിൽ അതിനെനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത് വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യനാഥനുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനെ നിങ്ങൾ വിളിക്കും മുമ്പേ നിങ്ങൾക്ക് ഉത്തരമിരളുന്ന, അന്വേഷിച്ച് തീരും മുമ്പേ കണ്ടെത്തുന്ന സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്ന തിരുവചനത്തിന്റെ അനുഭവമാണ് എനിക്ക് സാക്ഷ്യം. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.